ഞാൻ രക്ഷപ്പെടുമെന്ന് പേടിച്ചിട്ട് ഓരോ സാധനം ഇടുന്നത് എനിക്ക് മനസ്സിലാകും. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം എന്നാന്ന് ചോദിച്ചാ ഒത്തിരി ചിന്തിക്കരുത്. അവൾ 3 പെൺകുഞ്ഞുങ്ങളായിട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സുധിമോളെ എല്ലാവർക്കും ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് അറിയാം. നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു ചിരി ബമ്പർ ചിരിയിലൂടെ മുന്നോട്ട് വരികയും പിന്നെ ഈ പറയുന്ന പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരമാണ് അവർ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇപ്പോൾ 1 സെറ്റപ്പിൽ അടിപൊളിയായിട്ട് പോകുന്നു. നല്ല കാര്യം, നല്ലതുപോലെ നടക്കട്ടെ. പക്ഷേ ഈ പറയുന്ന സുധിമോൾ ഇപ്പോൾ വീട് വയ്ക്കാനായിട്ട് ആരൊക്കെയോ സഹായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ ഏതൊക്കെ സംഘടനകൾ ചേർന്ന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടും അവർ വസ്തുവൊക്കെ മേടിച്ച് വീട് വെച്ച് അടിപൊളി ആകാനുള്ള സെറ്റപ്പിലോട്ട് പോകുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഏതോ ഒരു ചേച്ചിയെ ഞാൻ പേര് ഓർമ്മപോയി. സിന്ധു ചേച്ചി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് എത്തിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, ഈ പറയുന്ന സുധിമോൾക്ക് വേറെ വീടും വസ്തുവും വേറെ സ്ഥലത്തുണ്ട്. അതൊക്കെ കള്ളം പറഞ്ഞ് അതൊക്കെ ഒളിച്ചു വെച്ചും കൊണ്ടാണ് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഈ പറയുന്ന സുധിമോൾ ഇപ്പോൾ വേറെ വീടും വസ്തുവും വയ്ക്കാനുള്ള തത്രപ്പാടിൽ. അതിന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് സുധിമോൾ ഇറങ്ങിയെന്നാണ് നമ്മുടെ സിന്ധു ചേച്ചി പറയുന്നത്. എന്തായാലും നമ്മൾ സുധിമോളെ വാക്കുകൾ കേൾക്കും മുമ്പേ സിന്ധു ചേച്ചിയുടെ വാക്കുകൾ കേൾക്കാം. സീമോളെ, എല്ലാ ചാനലിലും ഇത് പറയാനുള്ള കാര്യമാണ്. മോളിൽ എഴുതുന്ന തിരക്കിൽ അന്വേഷിക്കണം. നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ, വീടില്ല റാണി, അത് പറഞ്ഞ് 1 സെന്റ് ഭൂമി പോലും സുധിക്കില്ല എന്നല്ലേ മോള് പറഞ്ഞിരിക്കുന്നത്. ഒരു വീട് കൊടുക്കാൻ പറഞ്ഞു ഈ നന്മ സ്വീകരിച്ച് ഇത് 3 ലക്ഷം രൂപയുള്ള സ്ഥലം വേണോ എന്ന് പറയുന്നത് അത് അത്യാവശ്യക്കാരാണ്. അത്യാവശ്യക്കാരെ നിങ്ങൾ കണ്ടെത്തുന്നത് എത്ര രോഗികളുണ്ട്, എത്രയോ വീടുകളിൽ ഇല്ല, മക്കളുമായി ജീവിക്കുന്നു, കൊടുക്കുന്നെന്ന് പറയുന്നത്. മോളെ തിരുവഞ്ചൂർ വഞ്ചൂർ 3 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടുണ്ട്. ആ വീടിന് ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ പറയുകയോ കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇത് തിരക്കിയിട്ട് വേണം ഈ നെഗറ്റീവ് പറയുന്നവരെ. നെഗറ്റീവ് അല്ല മോളെ, സത്യമായ കാര്യമാണ്, അത് അറിയാൻ പറഞ്ഞോളൂ. കൃപാസന മാതാവിനെ ഓർത്ത് പറയാൻ പറഞ്ഞു. സത്യത്തെ മാതാവ് തെളിയിക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സിന്ധു ചേച്ചി എന്തോ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഞാൻ 2-3 കമൻറ്റ് കണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. സത്യം പറയാൻ സിന്ധു ചേച്ചി എനിക്ക് മനസ്സിലായില്ല. എന്തായാലും സിന്ധു ചേച്ചിയുടെ കമൻറ്റ് എന്താണെന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഈ പറയുന്ന സുധിമോൾക്ക് വേറെ വീടും വസ്തുവൊക്കെ ഉണ്ട്, എന്നിട്ടാണ് നാട്ടുകാരെ പറ്റിച്ച് ഈ പറയുന്ന പോലെ വീടും വസ്തുവിനൊക്കെ വേണ്ടിയിട്ട് നടക്കുന്നത് എന്നുള്ള രീതി. അപ്പോൾ എന്തായാലും സുധിമോള് വിട്ടില്ല, അതിന് എക്സ്പ്ലനേഷനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സിന്ധു ചേച്ചിയെ, എനിക്ക് കോട്ടയത്ത് സ്ഥലം വരെ ഉണ്ടെന്നാണ് പ്രശ്നം. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി പ്രശ്നമുണ്ട്. കാരണം ഇച്ചാനും വിചാരിച്ച് എനിക്ക് വേണ്ടി കുറെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടതിൽ അത് ഒരു സിന്ധു സാജ് എന്ന് പറയുന്ന ഒരാള്, പിന്നെ കുറെ ആൾക്കാർ ബിന്ദു ആതിരയോ അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ വന്ന് ഇവരുടെ ഇതിൽ അക്കൗണ്ടിൽ ഫേക്ക് അക്കൗണ്ട് ആണ് എന്താണെങ്കിലും. കാരണം അവർക്കൊരു ഫോളോവേഴ്സോ അല്ലെങ്കിൽ അവർക്കൊരു വീഡിയോ സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല. ഈ പറയുന്ന ആൾ തന്നെ ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ടാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലായി. അതാദ്യം മനസ്സിലാക്കുക. നീ സിന്ധു സാജ് എന്ന് പറയുന്ന പേര് എനിക്ക് ഒത്തിരി പരിചയമുള്ള പേരാണത്. എനിക്കിപ്പോ നല്ല പരിചയമായി സിന്ധു സാജ്. നല്ല പേരാട്ടോ, നല്ല സൂപ്പർ പേരാ, അടിപൊളി പേര്. എന്നാൽ ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിടാൻ കാണിക്കുന്ന ധൈര്യം, സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് കാണിക്കുക. ഉളുപ്പില്ലാത്ത സിന്ധു സാജൻ സ്വന്തം പ്രൊഫൈലിൽ നിന്ന് കാണിക്കുക. എന്താ പേടിയോ? സത്യസന്ധമായ കാര്യങ്ങളല്ലേ നിങ്ങൾ പറയുന്നതെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് കമന്റിൽ. ആ സത്യസന്ധമായ കാര്യങ്ങൾ പറയാനായിട്ട് ജെന്യൂൻ അക്കൗണ്ടിൽ നിന്ന് അന്തസ്സുണ്ട്. അല്ലാണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വല്ല കമന്റും വല്ല വഴി ഇട്ട് വരല്ലേ. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു കമന്റ് വന്നിടുമ്പോൾ, കൃപാസന മാതാവിനെ മുൻനിർത്തി ഇങ്ങനത്തെ ഒരു കമന്റ് വന്നിടുമ്പോൾ ഇത് കാണുമ്പോൾ ചില ആൾക്കാരെങ്കിലും അതൊന്ന് വിശ്വസിക്കും. അയ്യോ അങ്ങനെ ഉണ്ടാവോ, ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടാവോ എന്ന് ചിലപ്പോൾ ആൾക്കാർ ചിന്തിച്ചേക്കുക. അത് മുതലെടുത്താണ് ഈ പറയുന്ന സിന്ധു സാജൻ ഉളുപ്പില്ലാതെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നിനക്കൊക്കെ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. പ്രായം കുറച്ച് കാണുമല്ലോ എന്തായാലും ഈ സിന്ധു സാജൻ എന്ന് പറയുന്ന പേരുള്ള വ്യക്തിക്ക് കുറച്ച് പ്രായം കാണും. അപ്പൊ കുറച്ച് ഉളുപ്പ് അങ്ങ് കാണിക്കണം. ഒട്ടും ഉളുപ്പില്ലാതെ ആകരുത് മനുഷ്യൻ. മനസ്സിലായ സിന്ധു സാജൻ? അമ്മച്ചിരി പെൻഷൻ കാശും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ 1,40,000 രൂപ ഈ കെ വി ചാക്കോ എന്ന് പറഞ്ഞ പുള്ളിക്ക് കൊടുത്തിട്ട് ഞങ്ങളത് വാങ്ങിക്കോളാം എന്നുള്ള രീതിയൊക്കെ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആധാരം എഴുതുന്ന കാര്യത്തിന് ചെല്ലുമല്ലോ, ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഈ സ്ഥലം നോ ട്രാൻസ്ഫറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അങ്ങനെയാണ് കിടക്കുന്ന ഈ സ്ഥലം. വേറെ ആൾക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം അത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ മക്കൾക്കോ അല്ലെ അവരുടെ രക്തത്തിലുണ്ടാകും അങ്ങനെ ഒരു രീതിക്കുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എത്ര ഞാനത് കിനിഞ്ഞ് കിടന്ന് ശ്രമിച്ചാലും അതെനിക്ക് കിട്ടൂല. അപ്പൊ ഞങ്ങൾ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അത് ചെയ്യാൻ പോയപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ കൊടുത്ത 1,4 ലക്ഷം രൂപ 1,40,000 രൂപ. അപ്പൊ ഞങ്ങളുടെ അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോണം. ഒരു 3 സെന്റ് സ്ഥലവും പെരയും എനിക്ക് തരാന്ന് പറഞ്ഞത് 1,50,000 രൂപയ്ക്ക്.
എവിടെയെങ്കിലും കിട്ടും അത്. അപ്പൊ ഞങ്ങൾ മൂന്നും വെളവും മുക്കാണോ ഇല്ലാത്ത ഞങ്ങളത് വിശ്വസിച്ചു. ദൈവമേ, ഞങ്ങൾ നോക്കിയപ്പോ ശരിയാ, 3 സെന്റ് സ്ഥലം പേരെ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ ലാഭമല്ലേന്ന് ഓർത്തു. പക്ഷെ ഇതിന്റെ പുറകെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വിലക്ക് എനിക്ക് തന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഏർപ്പാട് ചെയ്ത് കുട്ടൻചേട്ടാക്ക് ഇത് അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഈ കെ.വി. ചാക്കോ എന്ന് പറഞ്ഞ ആളുടെ ചേട്ടന്റെ മകനാണ് ഞങ്ങൾക്ക് ഇത് ഏർപ്പാടാക്കി തന്നത്. പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാമല്ലായിരുന്നു. ഏതോ കെ.വി. ചാക്കാർ അണ്ണൻ ആണ് ഇത് ഏർപ്പാട് ആക്കി കൊടുത്തത്. 3 സെന്റ് സ്ഥലവും വീടും 1,40,000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വേറെ വല്ല വേണോ? ഇനി വാങ്ങിയിട്ട് വേറെ വിറ്റാലും കിട്ടുമല്ലോ ലാഭം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന സുധിമോളുടെ ടീമോ അത് വാങ്ങാൻ തീരുമാനിച്ചു ഉള്ളതാ. പക്ഷേ സാധനം കിട്ടത്തില്ല. അതെന്തോ രക്തബന്ധത്തിലുള്ള സാധനം, അങ്ങനത്തെ വേറെ സ്കീമാണ്. അതുകൊണ്ട് സാധനം കിട്ടത്തില്ല. അവിടെയും തേഞ്ഞൊട്ടി, ആളുടെ പൈസയും പോയി, കിട്ടാത്ത അവസ്ഥ. പിന്നെ ലാസ്റ്റ് പൈസ എന്തോ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സിന്ധു ചാച്ചിയല്ലേ ഇവിടെ വേറെ ലെവല്. ചാച്ചിയല്ലേ സാധനം ഇപ്പം ഇത്ര വലിയ ഇഷ്യൂ ആക്കിയത്. ചാച്ചി വേറെ ലെവലേട്ടാ സിന്ധു ചാച്ചിയെ. എന്തുവാ ചാച്ചി ഇങ്ങനെ ചുമ്മാ കള്ളം പറയാതെ? ഇങ്ങനൊരു പട്ടയത്തിൽ ഇങ്ങനെ നോട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ സാധനം കിടപ്പുണ്ടെന്നോ അത് പിന്നീട് പ്രശ്നങ്ങളാകും, അതൊന്നും പുള്ളിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾക്ക് ഒരു കടപ്പാടുണ്ടാണെന്നാണ് പുള്ളി അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാലം, ഒരു 1.5 വർഷത്തോടെ താമസിച്ചു എന്നുള്ള സത്യമാണ്. അതല്ലാതെ ഇപ്പൊ എന്റെ പേര് സ്ഥലം ഉണ്ടെങ്കിൽ ആ അയർക്കുന്ന പഞ്ചായത്തിലോ ബ്ലോക്കിലോ വില്ലേജിലോ താലൂക്കിലോ എവിടെയെങ്കിലും എന്റെ പേരിൽ സുധിമോൾ MC എന്ന പേരിലോ അല്ലെങ്കിൽ രതീഷ് CR എന്ന് പറഞ്ഞ പേരിലോ നമുക്ക് സ്ഥലം വേണ്ടേ? ഇങ്ങനെ സ്ഥലം ഒന്നും എനിക്കില്ല അവിടെ. എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. എന്റെ പൊന്നടാവേ, കുറച്ചു ദിവസം വാടക ഒരു വീട്ടിൽ താമസിച്ചാ അത് നമ്മുടെ സ്വന്തം വീടാവോടെ? ഇത് കൊള്ളാമല്ലോ, അവസ്ഥ എനിക്ക് കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ദിവസം എവിടെയെങ്കിലും ഈ സിന്ധു ചാച്ചിക്ക് അറിയാന്നുള്ള ഏതെങ്കിലും വീട് പറഞ്ഞു തന്നാൽ ഞാൻ കുറച്ച് ദിവസം അവിടെ വന്ന് വാടക താമസിക്കാം. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പറ അത് എന്റെ വീടായിരുന്നു എന്ന്. പറ. സിന്ധു ചാച്ചി ഓരോരോ കോമഡികളെ ഇത് എവിടെന്നായി സിന്ധു ചാച്ചി പറ്റിയത്? കൊള്ളാല്ലേ, ഇരിക്കല്ലേ ഇല്ലേ? ഇവര് വളർച്ച കണ്ടിട്ട് അങ്ങോട്ട് പിടിക്കണില്ലല്ലേ, ചൊറിയണല്ലേ? മനസ്സിലായി. ഇപ്പൊ ഈ കമന്റ് ഇവിടെ സിന്ധു സാജൻ, ആ പേര് എനിക്ക് പെട്ടെന്ന് കത്തി. എന്തിനാണ് ഇവർ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇച്ചാന്റെ ഇച്ചാറ്റിയുടെയും ചാനലിന്റെ അടിയിൽ ഇഷ്ടം പോലെ കമന്റ് വരുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വലിച്ചെടുക്കരുതെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അവിടെയും വന്നിട്ട് അവര് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ആക്കുന്നുണ്ട്, കമന്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, എന്നെ സപ്പോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിയിൽ ഇവർ വന്ന് ഇങ്ങനെ സുധിമോളെ വിശ്വസിക്കുന്നത് സുധിമോൾ കള്ളിയാണ്, അവൾ പറയുന്ന എല്ലാം നുണയാണ്, അവൾക്ക് തിരുവഞ്ചൂര് സ്ഥലവും പെരയുണ്ട്, എന്നിട്ട് അവള് ലോകത്തുള്ള ആൾക്കാരൊക്കെ പറ്റിച്ചാണ് കാശുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ. കൃപാസന മാതാവ് ആ സത്യം പുറത്ത് കൊണ്ടുവരുമെന്ന്. കൃപാസന മാതാവ് ഉണ്ട്, സത്യമുള്ള മാതാവാണത്, ദൈവം ഉണ്ട് എന്നുള്ള തെളിവാണ്. ഒന്നും അല്ലാതെ കിടന്ന് ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ വരുന്നത്. ഈ ചില ആൾക്കാർക്കൊരു വിഷയമുണ്ട്, അതായത് എന്തെങ്കിലും കള്ളത്തനങ്ങളും ഉടായ്പ പരിപാടികളും കാണിച്ചു കൂട്ടിയിട്ട് ദൈവത്തിനെ കൊണ്ട് സത്യം ചെയ്യും, അല്ല ദൈവത്തിന്റെ പേര് പറഞ്ഞ് കളിക്കും. ഒരു മാറിയ പരിപാടിയാണത്. ഇവിടെ കൃപാസന മാതാവിന്റെ പേരും പറഞ്ഞിട്ടാണ് ഈ സിന്ധു ചാച്ചി നാറിയ കളി കളിക്കുന്നത്. ഇത്ര പൂര് പൊട്ടുന്ന ആളാ. അവർ രക്ഷപ്പെടണം കണ്ടിട്ട് പിടിക്കുന്നത് സഹിക്കണില്ലല്ലേ? അവരെന്ന് ആ താഴെക്കടയിൽ കിടന്നാലേ നിനക്കൊക്കെ പിടിക്കത്തുള്ളൂ. സിന്ധു ചാച്ചി, ഞാൻ ഇപ്പോഴും ചാച്ചി എന്ന് വിളിക്കണതിന്റെ ഊഹിച്ചങ്ങ് പൂരിപ്പിച്ചോ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതിനാണ് കണ്ടവരൊക്കെ ഫോണിൽ പോയി മെസ്സേജ് അയച്ചു ഇവര് വിഷമിക്കുന്നത്. സിന്ധു ചേച്ചി എന്താണ് അങ്ങനെ വിഷമിക്കുന്നത്? സിന്ധു സാജൻ എന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നത്? എന്റെ കമന്റ്, എന്റെ വീഡിയോ ഞാൻ എന്റെ കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത്, ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്റെ ഫോണിൽ ആരൊന്ന് പറഞ്ഞൂടെ, നീ എന്ത് നുണച്ചിയാടി, നീ എന്ത് നുണയാടി പറയുന്നത്, നിനക്ക് ഇവിടെ സ്ഥലം വരാൻ കിടപ്പില്ലെന്ന് എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ പോരെ? അതിനുള്ള ധൈര്യമില്ല. കാരണം നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അതിന് റിപ്ലൈ ആയിട്ട് വരും. പക്ഷെ മറ്റുള്ളവരുടെ കമന്റ് ബോക്സിലാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെ പോയി പറഞ്ഞ ആൾക്കാരെ പിന്തിരിപ്പിക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാം എന്നാണ് നമ്മുടെ ഏത് ചാച്ചി, സിന്ധു ചാച്ചി ഓരോരോ കോമഡികള്. അസൂയ ഇങ്ങനെ ഇത്ര അസൂയ പാടില്ല. സിന്ധു ചേച്ചി പല്ലി അടിച്ചത് ഞാൻ തന്നെ അടിച്ചേട്ടാ. എന്താണെന്ന് ചോദിച്ചാൽ സിന്ധു സാജൻ എന്ത് വേണം ശ്രമിച്ചോ. എന്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഭൂമിയിൽ എനിക്കുള്ളത് എന്റെ ചേട്ടായി, എന്റെ മക്കള്, ഞാൻ. എന്റെ കുഞ്ഞുങ്ങളാണ് എന്റെ ചേട്ടായിയാണ്, ഞാനാണ് സത്യം. ഇങ്ങനെ ഒരു സ്ഥലം വരെ എന്റെ പേരിൽ എങ്ങുമില്ല. ഈ കാസർഗോഡ് തിരുവനന്തപുരം വരെ നോക്കിച്ചോ, ഇങ്ങനെ ഒരു സ്ഥലം വരെ എനിക്കില്ല. സിന്ധു ചാച്ചി സ്ഥലവും പേരോടെ ഉണ്ടെന്നല്ല പറഞ്ഞ, തെളിവായിട്ട് വാ. ഇവരുടെ പേരിൽ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ സാധനവും തെളിവും അഡ്രസ്സും കിടുതാപ്പോട്ടൊക്കെ വാ. കുറെ കിടന്നങ്ങ് മെഴുകാണല്ലോ അവിടെ ഇവിടെ പോയി കമന്റ് ഇട്ട്. നാണം ഉണ്ടാ നിങ്ങൾക്ക് കുറച്ചെങ്കിലും? ഉളുപ്പാണ് മനുഷ്യന്. ആസൂയം കുഴുമ്പ് ചുമ്മാല നീ ഒന്നും ഗതി പിടിക്കാതെ. ഈ സിന്ധു ചേച്ചിയുടെ ഒക്കെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ഗതി പിടിക്കാതെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും, വേറൊന്നും കൊണ്ടല്ല. ഇതല്ലേ സ്വഭാവം. ഞാൻ രക്ഷപ്പെടൊന്ന് പേടിച്ചിട്ട് ഓരോ സാധനം ഇടുന്നത് എനിക്ക് മനസ്സിലാകും. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. എന്നാന്ന് ചോദിച്ചാ ഒത്തിരി ചിന്തിക്കരുത്. അവൾ 3 പെൺകുഞ്ഞുങ്ങളെ ഈ വെള്ളക്കുഴി കിടക്കുന്ന അവളൊന്ന് രക്ഷപ്പെട്ടോട്ടെ, നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാനില്ല, അവൾ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നൊരു ഇതാണ് സിന്ധു ചേച്ചി മനസ്സിലാക്കേണ്ടത്. എൻ്റെ പൊന്നടാവേ സിന്ധു ചാച്ചിയെ, എവിടെ നിനക്കൊന്നും ഉളുപ്പില്ലേ? എനിക്കതിനെ സീരിയസ്ലി ചോദിക്കണം, നിനക്കൊന്നും ഉളുപ്പില്ലേ? നാണമില്ല? അവര് മാന്യമായിട്ട് അവരുടെ ഇഷ്ടത്തിന് അവരെങ്ങനെങ്കിലും പച്ച പിടിച്ച് ജീവിച്ചു പോയാൽ നിനക്കൊക്കെ ഒന്ന് കടിക്കണം. എനിക്ക് അതാണ് ചോദിക്കണം, നിനക്കൊക്കെ കടിക്കണം.
വെറും പുച്ചോടാ. ഇതൊക്കെ ഇവിടെ നിന്നാ കുറ്റിയും പറിച്ചോണ്ടാ ചിങ്കി ചാച്ചിയാല്. ചേച്ചിന്ന് അവരിപ്പോഴും വിളിക്കണം. മാന്യത, അവരെ മാന്യത. അങ്ങ് അസൂയ. അവർക്ക് 10 വ്യൂസും വന്ന് അവര് ചാനലൊന്ന് പച്ച പിടിച്ചപ്പം പൊള്ളിയല്ലേ നന്നായിട്ട്. പാവങ്ങളെ നെഞ്ചത്ത് ഞാൻ ഒന്നും പറയില്ല. ഞാൻ ഇതിനൊക്കെ വേറെ വല്ല ചാനൽ തുടങ്ങാൻ പോണ്. ഇതുപോലത്തെ സാധനങ്ങൾക്ക് മറുപടി പറയാൻ. സത്യം എനിക്കങ്ങ് കുരു കൂട്ടണം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ. കൂത്തിത്തിരിപ്പ്, അസൂയ, ഊളുപ്പിലെ പോയി ഇഞ്ചു പോ കലി വരണം. ചിന്തി ചാച്ചി വരും. ഓരോന്നൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട് വരിക എവിടെന്നെങ്കിലും. 5-ന്റെ 6-ന്റെ ഒരു നയാ പൈസയുടെ വെളിവും ബോധമില്ലാത്ത ആസൂയ കുറിച്ച് നീയൊക്കെ ഗതി പിടിക്കൂല ഒരു കാലത്ത്. സത്യം ഈ മാതാവിന്റെ പേരൊന്നും പറഞ്ഞ് നീക്കൊന്നും വരല്ല കേട്ടോ ഇങ്ങനെ കമന്റ് വിട്ട് മെഴുകാൻ. എന്റെ കമന്റ് ബോക്സിൽ വന്നോന്ന് എനിക്ക് അറിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തത് കണ്ടില്ല ഇങ്ങനത്തെ ഒരു ഊളയുടെ കമന്റ്. കണ്ടിരുന്ന അന്നേ ഞാൻ വീഡിയോ ചെയ്ത് തൊലച്ചാല് കേസുകൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. ഇതിനൊക്കെ ഒന്നും വെറുതെ വിടാൻ പറ്റില്ല. ചിഞ്ചി ചാച്ചിയാല്